ടേം കണ്ടീഷന്റെ പേരും പറഞ്ഞ് 2 തവണ തുടർച്ചയായി വിജയിച്ച CPIMന്റെ MLA മാരെ മത്സരിപ്പിക്കാതിരിക്കുന്ന നീക്കം അത് ശരിയായ ഒരു രീതിയല്ല എന്ന് പല നേതാക്കളും പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവം അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഏറ്റുമാനൂർ അടക്കമുള്ള സീറ്റുകൾ നമ്മൾക്ക് നോക്കിയാൽ അറിയാം. സുരേഷ് കുറുപ്പ് വളരെയധികം കഷ്ടപ്പെട്ട് ജയിച്ച മണ്ഡലത്തിൽ അതിൻ്റെ ഫലം കൊയ്തെടുക്കാൻ ഇത്തവണ വന്നത് VN വാസവനാണ്. അതുപോലെ തന്നെയാണ് കൊട്ടാരക്കര. ഐഷ പോറ്റി 2006 മുതൽ ഓരോ തവണയും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു കൊണ്ടുവന്ന സീറ്റാണ്. 2006-ൽ ബാലകൃഷ്ണപിള്ളയെ 12,500 വോട്ടുകൾക്ക് തോൽപ്പിച്ച് അവർ MLA ആയപ്പോൾ അവരുടെ വലിയ രീതിയിലുള്ള ഇടപെടൽ കൊണ്ട് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 2011-ൽ വിജയിച്ചത്. 2016 ആയപ്പോൾ ആ ഭൂരിപക്ഷം 42,000-ലേക്ക് അവർ ഉയർത്തിയെടുത്തു. എന്നാൽ ഈ 3 തവണ അവർക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനേക്കാൾ കുറവാണ് കഴിഞ്ഞ തവണ 2021-ൽ KN ബാലഗോപാൽ വെറും 10,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അതും ഐഷ പോറ്റിയെ ഉൾപ്പെടെ കളത്തിൽ ഇറക്കിയില്ലായിരുന്നു എങ്കിൽ അതിനും വലിയ രീതിയിൽ ഒരുപക്ഷെ തിരിച്ചടി സംഭവിച്ചനെ. ഇത്തരത്തിലുള്ള നിരവധി മണ്ഡലങ്ങൾ CPIMനെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും ജനകീയരല്ലവർ എന്ന ഒരു ലേബലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കഴക്കൂട്ടത്തെ കടകംപള്ളി സുരേന്ദ്രൻ അല്ലാതെ മറ്റാരെങ്കിലുമാണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ BJPക്കാണ് ജയസാധ്യത കൂടുതൽ, CPIMനല്ല. ഇത്തരത്തിൽ കാര്യങ്ങളുടെ പോക്ക് വല്ലാതെ അസ്വസ്ഥമാകുന്ന സാഹചര്യത്തിലേക്കാണ്. പ്രത്യേകിച്ചും ഓരോ മണ്ഡലങ്ങളുടെ സ്വഭാവം അത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്കാണ്. പല മണ്ഡലങ്ങളിലും CPIMന്റെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം ഇതൊന്നും വർക്കൗട്ടാകില്ല എന്നുള്ളത് വ്യക്തമാക്കുകയാണ്. ഉദാഹരണത്തിന് വട്ടിയൂർക്കാവിൽ പ്രശാന്ത് അല്ലാതെ മറ്റൊരാളാണെങ്കിൽ CPIMന് അവിടെ ചിന്തിക്കുക പോലും വേണ്ട. ഒന്ന് മാറ്റുരയ്ക്കണമെങ്കിൽ തന്നെ പ്രശാന്ത് വേണം. ഇത്തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓരോ മണ്ഡലങ്ങളുടെ സ്വാധീന സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുകയാണ് LDF. LDFന് അറിയാം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരു ബഹുഭൂരിപക്ഷ മുന്നേറ്റമല്ല, കഷ്ടിച്ച് ജയിച്ച് വീണ്ടും ഭരണത്തിൽ കയറാൻ എന്താണ് വഴി. അതാണ് ഇടതുപക്ഷത്തിൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്ലാൻ. എല്ലായിടത്തും അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജിയുമായി വരാനുള്ള ശ്രമമാണ്. അതിൻ്റെ ഒരു സെമി ഫൈനലായി തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 6 കോർപ്പറേഷനിൽ ചുരുങ്ങിയത് 4 വിജയിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ്. അതിൽ കൊച്ചിയും കണ്ണൂരും മാത്രമേ കോൺഗ്രസിന് മുൻതൂക്കമുള്ളൂ. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിന് ആധിപത്യം നേടിയെടുക്കാൻ കഴിയും എന്ന ധാരണയിലാണ്. തിരുവനന്തപുരത്തും തൃശ്ശൂരിലും ഈ 2 കോർപ്പറേഷനിലുമാണ് BJP 2ാം സ്ഥാനത്ത് അഥവാ BJPക്ക് ആധിപത്യമുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും വാർഡ് തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വോട്ടെടുപ്പ് കഴിയുമ്പോൾ ഈ 2 സ്ഥലങ്ങളിലും 2 കോർപ്പറേഷൻ പരിധിയിലും BJPക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. CPIMന്റെ വോട്ട് പരമ്പരാഗതമായി കുറയുകയാണെന്നും OBC വിഭാഗങ്ങൾ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നും കൃത്യമായി CPIM നടത്തിയ സംസ്ഥാന സമ്മേളനത്തിൽ വ്യക്തമാക്കിയതാണ്.